ഹായ് ഫ്രണ്ട്സ്, ഇസ്മി പ്രസാദ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? മാനസികമായ സുഖവും അതിലൂടെ നമുക്ക് ശാരീരികമായ സുഖവും നേടിയെടുക്കുക എന്നുള്ളത്. പലപ്പോഴൊക്കെ ചില ആളുകളെ നമ്മൾ കാണുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷവും, എന്നാൽ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് വളരെയധികം ദുഃഖവും കാണാറുണ്ടല്ലേ? നമ്മളിൽ ഒരു 100 പേരെടുത്തു. ഒരു 100 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ 98 പേർക്കും എന്താ, മാനസികമായ സുഖം ഉണ്ടായിരിക്കില്ല. അവർക്ക് ഓരോരോ പ്രശ്നങ്ങളായിരിക്കും, ഓരോരോ വിഷയങ്ങളായിരിക്കും. അതിലൊരു 50% ആളുകൾക്ക് ശാരീരികമായ സുഖവും ഉണ്ടായിരിക്കില്ല. നമ്മൾ എപ്പോഴും മാനസികമായൊരു സുഖമുണ്ടെങ്കിലേ നമുക്ക് ശാരീരികമായ സുഖവും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രമാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത്. ഒരു പക്ഷേ അതായിരിക്കും നമ്മൾക്ക് മാനസികമായ സുഖം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാത്തത്. പലപ്പോഴൊക്കെ നമ്മളൊക്കെ മാധ്യമങ്ങളൊക്കെ കാണുന്നതാണ് അല്ലേ, ഒരുപാട് ചർച്ചകളും ഒരുപാട് കാര്യങ്ങളും കാണുന്നതാണല്ലേ. എന്നാൽ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യം വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. നെഗറ്റീവായിട്ടുള്ള കാര്യം വളരെ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു യൂട്യൂബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയകളൊക്കെ ആയിക്കോട്ടെ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും മാത്രമാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്. ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട് നമ്മളിങ്ങനെ നെഗറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതം നമുക്ക് ധന്യമാക്കണം, ജീവിതം നമുക്ക് വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടുപോകണം, ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ പോയാൽ പോരാ എന്ന് നമ്മൾ സ്വയം നമ്മളെക്കുറിച്ച് ചിന്തിക്കുകയും നമ്മളെക്കുറിച്ച് പൂർണ്ണമായി നമ്മൾ പഠിക്കുകയും ആ പഠനത്തിലൂടെ വ്യക്തമായ ഒരു ദിശാബോധം നമ്മൾ ഉണ്ടാക്കുകയും ചെയ്യുക. പലപ്പോഴൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ചല്ല ചിന്തിക്കുന്നത്, മറ്റുള്ളവരെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർ എന്ത് പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർ എന്നത് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റേതായിട്ടുള്ള കാര്യം നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് ചിന്തിക്കുന്നു, ഞാൻ എവിടെ പോകുന്നു, എൻ്റെ പ്ലാനിങ് എന്താണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തായിത്തീരണം, ഇങ്ങനെയൊക്കെ ഞാൻ പോയാൽ മതിയോ എന്നതിനെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത്. മറ്റുള്ളവർ ഇങ്ങനെ പോയാൽ മതിയോ, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതിയോ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അല്ലേ. നമ്മളിലേക്ക് ചിന്തിക്കുക. ഇപ്പോൾ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് വളരെയധികം നിസ്സാരമായ ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? നമ്മളിലേക്ക് നോക്കുക. എൻ്റെ പ്രശ്നം എന്താണ്, എൻ്റെ ജീവിതത്തിൽ എവിടെയാണ് എൻ്റെ നെഗറ്റീവുകൾ, ഇതൊക്കെ നമ്മൾ സ്വയം മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിനെസ് നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും. പലപ്പോഴൊക്കെ നമുക്ക് ലക്ഷ്യങ്ങളുണ്ടായിരിക്കും അല്ലേ, ചെറിയ ലക്ഷ്യങ്ങളുണ്ടാകും, വലിയ ലക്ഷ്യങ്ങളൊന്നുമല്ല, ചെറിയ ലക്ഷ്യങ്ങളുണ്ടായിരിക്കും. ആ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. ആ ലക്ഷ്യം നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ആ ലക്ഷ്യം കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ് അല്ലേ, ഭയങ്കര അല്ലേ, വളരെയധികം സന്തോഷം കിട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ 1-2 മാസം കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ആ പഴയ ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ 2 മാസം അല്ലെങ്കിൽ 1 മാസം 2 മാസം 2 ആഴ്ച 3 ആഴ്ചയിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ് ആ ഒരു സന്തോഷം. കാരണം എന്താണ്? അതിൻ്റെ ശേഷം നമ്മൾ പ്രവർത്തിക്കുന്നില്ല. എൻ്റെ ലക്ഷ്യം എനിക്ക് നേടുവാൻ സാധിച്ചു, ഇനി ഒന്നും പ്രവർത്തിക്കേണ്ട എന്നുള്ളതാണ്. പലപ്പോഴൊക്കെ നമ്മളൊരു സത്യം മനസ്സിലാക്കേണ്ടത്, നമുക്കൊരു ലക്ഷ്യം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ശേഷം വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. ആ ലക്ഷ്യത്തിന് വേണ്ടി ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി എത്രത്തോളം നമ്മൾ പ്രയത്നിച്ചു, അതിൻ്റെ 10 മടങ്ങ് വീണ്ടും നമ്മൾ പ്രവർത്തിക്കണം എന്നതാണ് നമുക്ക് തരുന്ന സന്ദേശം. പക്ഷെ ആ സന്ദേശം നമ്മൾ സ്വീകരിക്കുന്നില്ല, ആ സന്ദേശം നമ്മൾ തിരിച്ചറിയുന്നില്ല. എപ്പോഴും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇങ്ങനെയൊന്നും ചെയ്യേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മൾ വീണ്ടും ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല കാഴ്ചയുണ്ട്, കേൾവി ശക്തിയുണ്ട്, ശ്വസനമുണ്ട്, സംസാരിക്കാൻ സാധിക്കും, അതുപോലെ നല്ല ബ്യൂട്ടിയുണ്ട്, എല്ലാം നമുക്കുണ്ടല്ലേ. ഇതൊക്കെ അല്ലേ നമ്മൾ ശരീരത്തിന് നല്ല ശേഷിയുണ്ട്, എല്ലാം നമുക്കുണ്ട്. നമുക്ക് നല്ല ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ നമുക്ക് പൂർണ്ണമായി ഉണ്ടായിട്ടും നമ്മൾ എന്തിനാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ വെറുതെ കളയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്? ഒരുപാട് നെഗറ്റീവ് പറഞ്ഞാൽ
അങ്ങോട്ടേക്ക് നമ്മുടെ കാതുകൾ എത്തിപ്പോകുന്നു അല്ലേ? നെഗറ്റീവ് എവിടെ പറയുന്നു അതിലേക്ക് നമ്മുടെ കാതുകൾ എന്ത് ചെയ്യുന്നു? ആഴ്ന്നിറങ്ങുന്നു അല്ലേ? നമ്മളിങ്ങനെ സൂക്ഷ്മതയോടെ ശ്രദ്ധിക്കുന്നു. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോ ഹേയ് നെവർ മൈൻഡ്, അതിൻ്റെയൊന്നും ആവശ്യമില്ല. അതൊന്നും എനിക്ക് പറഞ്ഞ പരിപാടിയല്ല പോസിറ്റീവ് എന്നുള്ളതാണ് പലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറ്. നമ്മുടെ ജീവിതശൈലി അതിന് എന്താ പറയുക, ആ രീതിയിലാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷമുണ്ടാക്കണമെങ്കിൽ, ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാക്കണമെങ്കിൽ, ജീവിതത്തിൽ ശാരീരിക മാനസിക സുഖം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഒരിക്കലും നോക്കരുത്. നമ്മൾ നോക്കേണ്ടത് നമ്മളിലേക്ക് മാത്രം. നമ്മളിലേക്ക് വീണ്ടും 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 നോക്കി നമ്മുടെ നെഗറ്റീവുകളും പോസിറ്റീവുകളും എല്ലാം മനസ്സിലാക്കി ഞാൻ ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാതിരിക്കുക, ചെയ്യാൻ പാടുള്ളത് ചെയ്യുക. അങ്ങനെ നമ്മളെ ജീവിതത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതം വളരെയധികം ധന്യമാവും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.